കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഞങ്ങൾ കണ്ട പാലക്കാട്ടെ കർഷകരെല്ലാം ദുഃഖത്തിലാണ്. വെളിച്ചെണ്ണയുടെ വില കുതിച്ചുയരുമ്പോഴും കർഷകർക്ക് ഒട്ടും ആശ്വാസകരമല്ല. പാലക്കാട്ടെ കർഷകർക്കെല്ലാം പറയാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രം: തേങ്ങ വില ഉയർന്നിട്ട് എന്താ കാര്യം, വിൽക്കാൻ തേങ്ങ വേണ്ടേ? ഒരു 2000 തേങ്ങ കിട്ടുന്ന സമയത്ത് ഈ കാലയളവിൽ 200-250 തേങ്ങയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് അത്, കാലാവസ്ഥ വ്യതിയാനമാണോ എന്താണെന്ന് അറിയില്ല. പൊതുവെ നമ്മളുടെ കാഴ്ചപ്പാടിൽ ഈ കർഷകർക്ക്, തെങ്ങ് കർഷകർക്ക് മുഴുവനും ഈ ഒരു അവസ്ഥയാണ് ഉള്ളത്. അപ്പോൾ ഈ തേങ്ങയാണെങ്കിൽ വില കുറവുള്ള കാലത്ത് നമുക്ക് കൂടുതൽ പ്രൊഡക്ഷൻ ഉള്ളതുകൊണ്ട് ഒരുവിധം മര്യാദയ്ക്ക് നമുക്ക് റേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ തേങ്ങ അധികം വിലയായിട്ട് കൂടെ നമുക്കിപ്പോൾ മുതലാവാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. എനിക്ക് 105 തെങ്ങുണ്ട്. നേരത്തെ ഒരു 4 വർഷം മുമ്പൊക്കെ ഒരു 7000 തേങ്ങയൊക്കെ കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ 1500-1300 തേങ്ങയൊക്കെ കൊടുക്കുന്നത്. പൊതുകൂലി കുറവൊന്നുമില്ല. അപ്പോൾ ഒരു തെങ്ങിൽ കയറണമെങ്കിൽ 80 രൂപ അവർ അതും ചോദിക്കുന്നുണ്ട്. നമ്മൾക്ക് അതൊക്കെ കൊടുത്തിട്ട് ആദായം ഭയങ്കര കുറവാണ്. ഇങ്ങനെ പോയി എന്ന് പറഞ്ഞാൽ തെങ്ങ് കൃഷിയൊക്കെ നമ്മൾ മാറ്റേണ്ടി വരും. ആയിരക്കണക്കിന് തേങ്ങകൾ കിട്ടിയിരുന്ന തോപ്പുകളാണ്. ഇനി അടുക്കളയിൽ അരയ്ക്കാൻ പോലും ഒരു മുറി തേങ്ങ കിട്ടുമോ എന്ന ആശങ്കയിലാണ് എല്ലാവരും. പോരാത്തതിന് വന്യമൃഗ ശല്യങ്ങളും. വന്യമൃഗങ്ങളുടെ ശല്യം വളരെ രൂക്ഷമാണ്. ഒന്നുകിൽ അവയെ കൊല്ലാനോ ഓടിക്കാനുള്ള അനുമതി ഞങ്ങൾക്ക് തരിക. ഇപ്പം എനിക്ക് ലൈസൻസ് ഉള്ള തോക്കുണ്ട്, അത് ഞാൻ കസ്റ്റഡി കൊടുത്തേക്കുന്നതാണ്. എനിക്ക് ഇപ്പോഴും എയർ റൈഫിളൊക്കെ ഉണ്ട്. പക്ഷെ വെടിവെക്കാൻ പറ്റില്ലല്ലോ. അണ്ണാൻ വന്ന് തേങ്ങ തിന്നുമ്പോൾ മോഴിക്ക് നോക്കിയിരുന്ന് കരയാനല്ലാതെ വേറെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കല്ലെടുത്ത് എറിഞ്ഞിട്ട് അതിൻ്റെ ദേഹത്തോടെ പുറത്തുകാർ വീട്ടി വരും. മനുഷ്യനെ കഴിഞ്ഞ് വിലയുന്ന മൃഗങ്ങൾക്കാണല്ലോ. നാട്ടിലിറങ്ങുന്ന പന്നീനെ വെടിവെച്ചാലും പറമ്പിൽ കയറിയ പന്നീനെ വെടിവെച്ചാലും കേസാണ്. കെണി വെച്ച് പിടിച്ചാൽ അത് കേസാണ്. ഇതെല്ലാം കേസ് തന്നെ. ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല. കർഷകരെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ട് ഞങ്ങൾക്കില്ല. ഞങ്ങൾക്കാണെങ്കിൽ പ്രൊഡക്ഷൻ ഇല്ല. ഉൽപ്പാദനക്ഷമത അത്രയും കുറഞ്ഞിരിക്കുകയാണ്. ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ പറ്റില്ല. നമുക്ക് കാട്ടുമൃഗങ്ങളുടെ, അതായത് കുരങ്ങ്, അതുപോലെ തന്നെ മലയണ്ണാൻ, മരപ്പെട്ടി, അങ്ങനെയുള്ള ഒരുപാട് ജീവികളുടെ നമുക്ക് ഏതാണ്ട് ഒരു കൊലയിൽ 4-5 കരിക്ക് വരുമ്പോഴേക്കും അതിന് മുഴുവൻ ഈ തുളയുണ്ടാക്കിയത് താഴേക്കിട്ട് അത് നമുക്ക് നശിപ്പിച്ച് കളയുന്നുണ്ട്. നമുക്കതിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതുമാത്രമല്ല, തെങ്ങിന് വന്നിരിക്കുന്ന മണ്ടരിയായിരുന്നു തുടക്കത്തിലുണ്ടായിരുന്ന അസുഖം. ഇപ്പോഴങ്ങനെയല്ല. തെങ്ങിൻ്റെ ഈ ഓല കരിഞ്ഞു വരിക, ഓല കരി നീളം കുറയുന്നു. അതുപോലെ തന്നെ തെങ്ങിനങ്ങനെ ഉൽപ്പാദനം കുറഞ്ഞ് ഏതാണ്ട് കരിക്ക് ഇല്ലാതെ വരുന്നു. വെളിച്ചെണ്ണ വില ഇനിയും കൂടും. കാരണം തേങ്ങ ഇല്ലാതാവുകയാണ്. അപ്പോഴും നാട്ടിൻപുറത്തെ കർഷകർ പറയുന്നു, കർഷകർക്ക് ഇതിന്റെ ഗുണമൊന്നും കിട്ടത്തില്ല. മാത്രമല്ല, വെളിച്ചെണ്ണയിൽ മായം ഇനിയും കൂടുകയും ചെയ്യും. ഇപ്പോൾ നാളികേര വില കയറിക്കൊണ്ടിരിക്കുകയാണ്. വെളിച്ചെണ്ണ വിലയും കുതിച്ച് കയറിക്കൊണ്ടിരിക്കുന്നു. ഉൽപ്പാദനം കമ്മിയും ആവശ്യക്കാർ ജാസ്തിയും. അതുകൊണ്ട് വില പ്രശ്നമല്ല. ഉരുളം മാർക്കറ്റുകാർ, കച്ചവടക്കാർക്ക് വില ഒരു വിഷയമല്ല. പറയുന്ന വിലയ്ക്ക് കൊണ്ടുപോകുന്നുണ്ട്. വെളിച്ചെണ്ണ വില കൂടിക്കൊണ്ടിരിക്കുമ്പോൾ മായം കൂടും. ഇതാണ് സംഗതി. കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാകും. ഈ കോപ്പറക്കാർക്ക് മുതലായില്ല, മില്ലുകാർക്ക് മുതലായില്ല. ഈ വിലയ്ക്ക് എടുത്തിട്ട് എണ്ണ ഉണ്ടാക്കിയാൽ മുതലായില്ല. ചിലവ് ജാസ്തി വരും. മണ്ടരി ആയിരുന്നു ആദ്യം. ഇപ്പോൾ പച്ചോല മഞ്ഞച്ച് പുഴു തിന്നുകയാണ്. നാളികേര ഗവേഷണ സ്ഥാപനങ്ങളും സർക്കാരും അടിയന്തരമായി ഇടപെടണം. അല്ലെങ്കിൽ കേരളത്തിൽ കേരമില്ലാതെയാകും, പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ. മൽഘോഷ് സി മോഹനൊപ്പം വിഷ്ണുപ്രകാശ്, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.